ഹലോ ആൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഷെഡ്യൂളിങ്ങിനെ പറ്റിയായിരുന്നു. ഇന്ന് നമുക്ക് ഷെഡ്യൂളിങ്ങിൻ്റെ 2 ടൈപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അത് ഫോർവേഡ് ഷെഡ്യൂളിങ്ങും ബാക്ക്വേർഡ് ഷെഡ്യൂളിങ്ങുമാണ് ഷെഡ്യൂളിങ്ങിൻ്റെ 2 ടൈപ്സ് എന്ന് പറയുന്നത്. ഫോർവേഡ് ഷെഡ്യൂളിംഗ് ഈസ് സെലക്ടിങ് എ പ്ലാൻഡ് ഓർഡർ റിലീസ് ഡേറ്റ് or start date and scheduling of subsequent activities thereafter. ഫോർവേഡ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്ക് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം അതിന് ശേഷമുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഫോർവേഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ അതൊരു ഫോർവേഡ് ഡയറക്ഷനിലുള്ളൊരു ഷെഡ്യൂളിംഗാണ്. ആദ്യമേ നമ്മൾ എന്ന് മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതായത് വർക്ക് ഓർഡർ റിലീസ് ഡേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് എന്നാണെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിനാണ് ഫോർവേഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇൻ ഫോർവേഡ് ഷെഡ്യൂളിംഗ് ഈച്ച് സ്റ്റെപ്പ് ഇൻ എ ആക്ടിവിറ്റി ഈസ് കംപ്ലീറ്റഡ് ഇമ്മീഡിയറ്റ്ലി വെൻ ദ ടൈം ഓർ റിസോഴ്സസ് ആർ അവൈലബിൾ. ഒരു ആക്ടിവിറ്റിയിലെ എല്ലാ സ്റ്റെപ്പും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നു അല്ലെങ്കിൽ എപ്പോൾ റിസോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളത് ചെയ്യുന്നു. റിസോഴ്സസും ടൈമും അവൈലബിൾ ആണെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ടൈപ്പാണ് ഇത് ഫോർവേഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ വെൻ ദ ജോബ് ക്യാൻ ബി കംപ്ലീറ്റഡ് വേഴ്സസ് കംപ്ലീറ്റിംഗ് ദ ജോബ് വെൻ റിക്വയർഡ്. അതായത് ഒരു ജോബ് അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ എന്നത്തേക്കാണ് ചെയ്ത് തീർത്ത് കൊടുക്കേണ്ടത്, ഒരു നമ്മുടെ കൺസ്യൂമറുടെ ആവശ്യപ്രകാരം അവർക്ക് എന്നാണ് ആ വർക്ക് തീർത്ത് കൊടുക്കേണ്ടതും വേഴ്സസ് ഈ ജോബ് നമുക്ക് എപ്പോൾ ചെയ്ത് തീർക്കാം, എപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. ഇവ തമ്മിലുള്ള ഒരു ട്രേഡ് ഓഫാണ് എന്ത് പറയുന്നത് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. ഇഫ് എ കസ്റ്റമർ ഓർഡേഴ്സ് ആൻ ഐറ്റം വിത്ത് എ ഡെലിവറി ഡേറ്റ് ദാറ്റ് ഈസ് 6 days away and the lead time for the item is 3 days, production begins as soon as the manufacturing order is created and the item should be ready 3 days before it is due, assuming there are no problems along the way. അതായത് ഒരു വർക്ക് നമുക്ക് കിട്ടി, ആ വർക്ക് ചെയ്യാൻ നമുക്ക് 3 ദിവസം മതി. അതിൻ്റെ ലീഡ് ടൈം, അതായത് അത് വർക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 3 ദിവസമാണ്. പക്ഷേ നമുക്ക് എത്ര ടൈമുണ്ട്? 6 days ഉണ്ട്. നമ്മളെ ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് 6 days കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് 6 ദിവസമുണ്ട്. ഒരു ജോബ് നമുക്ക് ചെയ്ത് തീർക്കാൻ 3 ദിവസം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അതായത് ലാസ്റ്റ് അവർക്ക് 6ാമത്തെ ദിവസം ആ ജോബ് തീർത്ത് കൊടുത്താൽ മതി. സോ നമുക്ക് 3 ദിവസം ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് ആ 6 days നിന്ന് മുന്നേ ഉള്ള 3 ദിവസം വെച്ചിട്ട് നമുക്ക് ആ 3ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പം തന്നെ ആ ഓർഡർ കിട്ടിയ സമയത്ത് തന്നെ, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ, ടൈമും മെറ്റീരിയൽസും എല്ലാം ഉണ്ടെങ്കിൽ ആ ഓർഡർ കിട്ടിയപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 3 ദിവസം മുന്നേ തന്നെ നമുക്കത് എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാം. അതായത് നമ്മൾ ഇന്ന് ഓർഡർ കിട്ടി, ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് 3 ദിവസം കൊണ്ട് ജോബ് ഫിനിഷ് ചെയ്തു. ബാക്കി നമുക്ക് 3 ദിവസമുണ്ട്. അവർക്ക് 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് മതി അവർക്ക് 6th day മതി ഡെലിവറി. ബട്ട് ആൾറെഡി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? 3 ദിവസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ഫോർവേഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് ഷെഡ്യൂളിംഗ് മേ റിസൾട്ട് ഇൻ ടാസ്ക് being completed earlier than the requested due dates, or sometimes production orders may get fulfilled long before they are required to be shipped, since the resources or materials are utilized as early as they get available. അതായത് ഫോർവേഡ് ഷെഡ്യൂളിങ്ങിൽ നമ്മൾ എന്നാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിന് മുന്നേ തന്നെ, അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുന്നേ നമ്മൾ എന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം, അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നു. ഈ ഒരു ടൈപ്പ് ഷെഡ്യൂളിങ്ങിനെയാണ് ഫോർവേഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. This figure shows the order of planning in the case of forward scheduling. അതായത് നമുക്ക് പുതിയ ഒരു ഓർഡർ റിസീവ് ചെയ്യുന്നു, അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസോഴ്സസ് ഒക്കെ അസംബിൾ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നു, അതിനുശേഷം മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നു,
എല്ലാം മാനുഫാക്ചറിങ് ഫിനിഷ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, അതായത് ഷിപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഷിപ്മെൻറ്റിന് വേണ്ടി അതിനെ തയ്യാറാക്കുന്നു, അതിനുശേഷം ഡെലിവറി ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ്. Backward scheduling is planning with the primary objective of completing tasks right on time. റൈറ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ റൈറ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് ഷെഡ്യൂളിംഗ് എങ്ങനെയാണ്, അതിനകത്ത് നമ്മൾ പറ്റുമെങ്കിൽ എത്രയും നേരത്തെ തീർക്കാൻ പറ്റുമോ അത്രയും നേരത്തെ തീർക്കുന്നൊരു മെത്തഡോളജിയാണ് ഫോർവേഡ് ഷെഡ്യൂളിംഗ്. ബട്ട് ബാക്ക്വേർഡ് ഷെഡ്യൂളിങ്ങിൽ എങ്ങനെയാണ്, കറക്റ്റ് ടൈമിൽ എപ്പോഴാണ് ഡെലിവറി ചെയ്യേണ്ടത് ആ ടൈമിൽ ആ പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കും. ആ ഒരു മെത്തഡോളജിയാണ് ഏതിനുള്ളത്, ബാക്ക്വേർഡ് ഷെഡ്യൂളിങ്ങിനുള്ളത്. ദ ഓർഡർ സ്റ്റാർട്ട്സ് വിത്ത് എ പ്ലാൻ റിസീറ്റ് ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ് on which is usually defined upon the customer's order, then worked backward, allocating resources and materials to the order, and then determine the latest time you can start. അതായത് കസ്റ്റമർ നമുക്കൊരു ഡ്യൂ ഡേറ്റ് തരികയാണ്. ആ ഡ്യൂ ഡേറ്റ് വെച്ചിട്ട് ആ ഡ്യൂ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് പിറകിലോട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. അതായത് ആ ഡേറ്റിൽ ആ പ്രോഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ടൈം, ഏറ്റവും ലേറ്റായിട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്താൽ ആ കറക്റ്റ് ഡേറ്റിൽ കൊടുക്കാൻ പറ്റും. അതിനെയാണ് ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതായത് ആ ഡ്യൂ ഡേറ്റ് ഫിക്സ് ചെയ്തു, അതിൽ നിന്ന് പിറകിലോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. എ കസ്റ്റമർ ഓർഡേഴ്സ് ആൻ ഐറ്റം വിത്ത് എ ഡെലിവറി ഡേറ്റ് ദാറ്റ് ഈസ് 6 days away ആൻഡ് ദ ലീഡ് ടൈം ഈസ് 3 days. അതായത് ഒരു കസ്റ്റമർ ഒരു ഓർഡർ കൊടുക്കുകയാണ്, നമുക്ക് ഡെലിവറി ഡേറ്റ് 6 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയം ലീഡ് ടൈം എന്ന് പറയുന്നത് 3 ദിവസമാണ്. കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രം ദ ഡ്യൂ ഡേറ്റ് എ മാനുഫാക്ചറർ വിൽ ഫിഗർ ഔട്ട് വെൻ ദേ ക്യാൻ സ്റ്റാർട്ട് മാനുഫാക്ചറിങ്. സോ നമ്മൾ ആ ഡ്യൂ ഡേറ്റിൽ നിന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നത്. സോ ഇഫ് ദ സിക്സ്ത് ഡേ ഈസ് ദ ഡ്യൂ ഡേറ്റ് ആൻഡ് ദ ലീഡ് ടൈം ഈസ് 3 days, that means the production of the item will begin on the 3rd day. അതായത് നമുക്ക് 6 ദിവസമുണ്ട്, 3 ദിവസം മതി വർക്ക് ചെയ്ത് തീർക്കാൻ. സോ ബാക്കി വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്നേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, ആ 3ാമത്തെ ദിവസം മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു ഷെഡ്യൂളിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ഷെഡ്യൂളിംഗ് എങ്ങനെയായിരുന്നു, 6 ദിവസമുണ്ട് നമുക്ക് ഡ്യൂ ഡേറ്റ്, ലീഡ് ടൈം 3 ദിവസമാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് 3rd ഡേയിൽ കംപ്ലീറ്റ് ചെയ്യും. ബട്ട് ഇവിടെ എങ്ങനെയാണ്, ഇവിടെ തിരിച്ചാണ്, നമുക്ക് 6 ദിവസമുണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. സോ ഇത് ലീഡ് ടൈം 3 ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇവിടെ നിന്നാണ്, ആ ഡെലിവറി ഡേറ്റിൽ നിന്ന്, ആ ഡ്യൂ ഡേറ്റിൽ നിന്ന് തിരിച്ച് പ്ലാൻ ചെയ്യും. 3 ദിവസം മതിയല്ലോ അത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ നമുക്ക് 3ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്താൽ ആ 6ാമത്തെ ദിവസം ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാനിങ്ങിനെയാണ്, ആ ഒരു ടൈപ്പ് ഓഫ് ഷെഡ്യൂളിങ്ങിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ബാക്ക്വേർഡ് ഷെഡ്യൂളിങ്ങിൻ്റെ ആ ഓർഡർ ഓഫ് പ്ലാനിങ് ഡെപ്പിക്റ്റ് ചെയ്യുന്നൊരു പിക്ചറാണിത്. നമുക്കൊരു ഓർഡർ കിട്ടിയതിന് ശേഷം, പുതിയൊരു ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യമേ അതിൻ്റെ ഡ്യൂ ഡേറ്റ്, അതിൻ്റെ ഡെലിവറി ഡേറ്റ് എന്നാണെന്ന് നോക്കുന്നു. അതിനുശേഷം അവിടുന്ന് ബാക്ക്വേർഡായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അവസാനം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നു. ഈ ഒരു മെത്തേഡാണ് എന്ത്, ബാക്ക്വേർഡ് ഷെഡ്യൂളിംഗ്. അപ്പോൾ നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈമായിരിക്കും. ഏറ്റവും താമസിച്ച് തുടങ്ങിയാൽ ആ കറക്റ്റ് ടൈമിന് കൊടുക്കാൻ പറ്റണം. അതായത് കറക്റ്റ് ടൈമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എത്രയും ലേറ്റാക്കാമോ അത്രയും ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ these are the advantages of both forward scheduling and backward scheduling. Principles of scheduling. The first principle of optimum task size. അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി, ഒരു വർക്കിൽ നമ്മൾ പല ആക്ടിവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഓരോ ആക്ടിവിറ്റി നമ്മൾ ചെറിയ ചെറിയ ടാസ്ക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ ടാസ്കിൻ്റെ സൈസും വളരെ സ്മോളാവാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ആ ടാസ്കിൻ്റെ എല്ലാ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ഒന്നുകിൽ
ടാസ്കിന് നമ്മൾ വളരെ സ്മോളായിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകദേശം ഈക്വലാക്കി കീപ്പ് ചെയ്യുക. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലാൻ, അതായത് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷന് ഒരുപാട് പ്ലാന്റ് മീൻസ് ഒരുപാട് മെഷീൻസ് ആവശ്യമായിട്ട് വരും. ഇപ്പം ഒരു ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യാൻ ഒരു 5 മെഷീൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിൽ ആ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാത്തിലും 5ലും ഈക്വൽ ലോഡായിട്ട് വേണം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിമം സീക്വൻസ്, വർക്ക് ഈസ് പ്ലാൻ സോ ദാറ്റ് ഒപ്റ്റിമം സീക്വൻസ് ഈസ് ഫോളോഡ്. നമ്മൾ വർക്ക് പ്ലാൻ ചെയ്യുമ്പം, അതായത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള സീക്വൻസ് വെച്ചിട്ട് വേണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിസ്പാച്ചിങ്. ഡിസ്പാച്ചിങ്ങിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് സെൻഡ് ഓഫ് ടു എ ഡെസ്റ്റിനേഷൻ ഓർ ഫോർ എ പർപ്പസ്. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അയക്കുന്നതിനാണ് ഡിസ്പാച്ചിങ് എന്ന വേർഡിൻ്റെ മീനിങ്. നമ്മുടെ കേസിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ഡിസ്പാച്ചിങ് മീൻസ് റിലീസ് ഓഫ് വർക്ക് ഓർഡർ. വർക്ക് ചെയ്യാനുള്ള ഓർഡർ റിലീസ് ചെയ്യുന്നതിനാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫിസിക്കൽ റിലീസ് ഓഫ് വർക്ക് ഓതറൈസേഷൻ to an operating facility, it can be man or machine, in accordance with the previously established plan developed by routing and scheduling functions. അപ്പോൾ നമ്മൾ റൂട്ടിങ്ങും ഷെഡ്യൂളിങ്ങും ഒക്കെ വെച്ചിട്ട് ഓരോ വർക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ റിലീസ് ചെയ്യുന്നതിനെയാണ്, ഒരു ഓതറൈസേഷൻ ഓർഡർ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോ എന്നുള്ളൊരു ഓർഡർ കൊടുക്കുന്നതിനായിട്ട് ഒരു ഫിസിക്കൽ റിലീസ് ഓഫ് വർക്ക് ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ഡിസ്പാച്ചിങ്: issuing job orders, authorizing operations in accordance with the dates and times as indicated in schedules or machine loading chart. നമ്മൾ ജോബ് ഓർഡർ റിലീസ് ചെയ്യുകയാണ് ഡിസ്പാച്ചിങ്ങിൻ്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോഴ്സ് to the first operation and from one operation to the next operation till all the operations are carried out. നമ്മുടെ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽസ് മൂവ് ചെയ്തു ഒരു മെഷീനിലോട്ട് അതിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുകയും ആ ഓപ്പറേഷനിൽ നിന്ന് ഇനി ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാനുണ്ടോ ആ ഓപ്പറേഷൻസിലോട്ടെല്ലാം ആ മെറ്റീരിയലിന് മൂവ് ചെയ്ത് അവസാനം ആ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള ആ മൂവ്മെൻറ്റിന് കൺട്രോൾ ചെയ്യുന്നത് ഡിസ്പാച്ചിങ് വഴിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഇഷ്യൂയിങ് ടൂൾസ്, ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് ടു ദ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ വർക്കർ. ടൂൾസും ഓരോ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് ജിഗ്സും ഫിക്സ്ചേഴ്സും ഒക്കെ ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് ഈസ് ഒബ്റ്റെയിനിങ് ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾസ് ആൻഡ് ഇഷ്യൂയിങ് ദം ടു ദ ഇൻസ്പെക്ഷൻ സെക്ഷൻസ്. ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഷെഡ്യൂൾസ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇൻസ്പെക്ഷൻ സെക്ഷനിലോട്ട് അതിനെ ഹാൻഡ് ഓവർ ചെയ്യുക, അതിനെ ഫോളോ അപ്പ് ചെയ്യുക. ഇൻറ്റേർണൽ മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ടു ദ ഇൻസ്പെക്ഷൻ ഏരിയ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഓപ്പറേഷൻ, മൂവിങ് ദ മെറ്റീരിയൽസ് ടു ദ നെക്സ്റ്റ് ഓപ്പറേഷൻ സെൻറ്റർ ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് കംപ്ലീറ്റ് പാർട്സ് ടു ഹോൾഡിംഗ് സ്റ്റോർസ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇടയ്ക്കുള്ള മൂവ്മെൻറ്റ്സ് അതിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണ് നമ്മുടെ ഡിസ്പാച്ചിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കോമൺ ഫോംസ് യൂസ്ഡ് ഇൻ ഡിസ്പാച്ചിങ്. ഡിസ്പാച്ചിങ്ങിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫോംസ് ഉണ്ട്. മെയിൻലി നമ്മൾ 6 ഫോംസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഫോമാണ് മെറ്റീരിയൽ റിക്വസിഷൻ ഫോം. നമ്മൾ സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ റിസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോം കൂടിയേ തീരും. സോ ഈ ഒരു ഫോം ഇല്ലാണ്ട് നമുക്ക് സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽസ് നമ്മളെ വർക്ക് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യാൻ സാധ്യമല്ല. നെക്സ്റ്റ് ഈസ് ജോബ് കാർഡ്സ്. Job card authorizes the workers to start a work on a certain material. Also indicates what to do and serves as a means of recording production progress. ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ജോബ് കാർഡ് വേണം. ജോബ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് മൂവ് കാർഡ്സ് ഓർ മൂവ് ടിക്കറ്റ്സ്. അതായത് ഒരു ഓപ്പറേഷൻസ് കഴിഞ്ഞ് അടുത്ത ഓപ്പറേഷനിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം,
മൂവ് കാർഡ്സ് വേണം. മൂവ് കാർഡ്സ് ഉണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ഓപ്പറേഷനിലോട്ട് നമുക്കൊരു ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ വർക്ക് ഇൻ പ്രോസസ്സിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ഇൻസ്പെക്ഷൻ കാർഡ്സ്. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൽ നമ്മളൊരു വർക്ക്, ഒരു ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യും. ഇൻസ്പെക്റ്റ് ചെയ്തതിന് മാത്രമേ അടുത്ത ഓപ്പറേഷനിലോട്ട് കടത്തിവിടും. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻസ്പെക്ഷൻ കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലേബർ കാർഡ്. ലേബർ കാർഡ്സ് also known as wage payment card are used to report labor time utilized and quantity of work performed on a lot of material and to supply other information required in the preparation of the payroll and production reports. ലേബർ കാർഡ് എന്ന് പറയുന്നത് ഇതിന് വേജ് പേയ്മെൻറ്റ് കാർഡ് എന്നൊരു പേര് കൂടിയുണ്ട്. അതായത് ഒരു മെറ്റീരിയലിൽ എന്തുമാത്രം വർക്ക് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ലേബർ അവേഴ്സ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് കണക്ക് കൂട്ടാനും അതുപയോഗിച്ച് ഓരോ ലേബേഴ്സിൻ്റെ അവരുടെ പേറോള് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാർഡാണ് ലേബർ കാർഡ്. സാധാരണ ജോബ് കാർഡും ലേബർ കാർഡും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഫോമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടൂൾ ആൻഡ് ഗേജ് ടിക്കറ്റ്സ്. അതായത് നമ്മുടെ ടൂൾ റൂമിൽ നിന്ന് ടൂൾസൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടൂൾ ആൻഡ് ഗേജ് ടിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡിസ്പാച്ചിങ്ങിനെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ്. ഇതിൽ സെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ എ സെൻട്രലൈസ്ഡ് ഡിസ്പാച്ച് സിസ്റ്റം, എ സെൻട്രൽ ഡിസ്പാച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡേഴ്സ് ഡയറക്ട്ലി ടു ദ വർക്ക് സ്റ്റേഷൻ. It maintains a full record of the characteristics and capacity of each equipment and workload against each machine. അപ്പോൾ ഇതിനകത്ത് ഒരു സെൻട്രൽ ഡിസ്പാച്ചിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതാണ് ഓരോ വർക്ക് സ്റ്റേഷനും ഓർഡർ കൊടുക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നേരിട്ട് വർക്ക് സ്റ്റേഷനുമായിട്ടാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഡിസ്പാച്ച് സിസ്റ്റത്തിൽ ഓരോ വർക്ക് സ്റ്റേഷനിലെയും ഓരോ മെഷീൻ്റെയും അതിൻ്റെ കപ്പാസിറ്റി, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് കൊടുക്കേണ്ട വർക്ക് ലോഡും എല്ലാം അവർ റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യുന്നു. ദ ഓർഡേഴ്സ് ആർ ഗിവൺ ടു ദ ഷോപ്പ് സൂപ്പർവൈസർ ഹു റൺസ് ദിസ് മെഷീൻസ് accordingly. In most of the cases, the supervisor can also give suggestions as regards loading of men and machines under him. അപ്പം ഇതിനകത്ത് ഈ സെൻട്രൽ ഡിസ്പാച്ച് സിസ്റ്റത്തിൽ നിന്ന് നേരിട്ട് ആ വർക്ക് സ്റ്റേഷൻ്റെ സൂപ്പർവൈസർക്കാണ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർക്കാണ് നേരിട്ട് ഓർഡർ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ സൂപ്പർവൈസറിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ ഡിസ്പാച്ചിങ് സിസ്റ്റമായിട്ട് അവരുമായിട്ടും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് ഡിസ്പാച്ച് സിസ്റ്റം. In a decentralized dispatching system, the shop supervisor performs the dispatch functions. He decides the sequence of handling different orders. He dispatches the orders and materials to each equipment and worker and is required to complete the work within the prescribed duration. ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ് സിസ്റ്റത്തിൽ ഷോപ്പിൻ്റെ ആ വർക്ക് സ്റ്റേഷൻ്റെ സൂപ്പർവൈസർ തന്നെയാണ് ഈ ഡിസ്പാച്ചിങ് ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. പുള്ളിയാണ് എല്ലാം ഓരോ വർക്കിൻ്റെയും ഡിസ്പാച്ച് ചെയ്യുന്നത്. അതിൻ്റെ സൂപ്പർവൈസറാണ്. അപ്പോൾ അതിൻ്റെ സീക്വൻസും ആദ്യം ഏത് വർക്കാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ സൂപ്പർവൈസറാണ്. ഇൻ കേസ് ഹി സസ്പെക്ട്സ് ഡിലേ വിത്ത് ഡ്യൂ റീസൺസ് ഓഫ് ദ സെയിം, ഹി ഇൻഫോംസ് ദ പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ പുള്ളി പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് ഡിസ്പാച്ചിങ് സിസ്റ്റം. Our next topic is follow-up. Follow-up or expediting or progressing is that branch of production control procedure which regulates the progress of materials and parts through production process. പ്രൊഡക്ഷൻ്റെ പ്രോഗ്രസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എക്സ്പെഡിറ്റിംഗ് ഓർ progressing. Follow-up is checking the manufacturing activities systematically
സോ ദാറ്റ് പ്രൊഡക്ഷൻ മേ ബി ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദ പ്ലാൻ. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പ്ലാൻ പ്രകാരമാണോ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ്റെ പെർഫോമൻസ് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരമാണോ നടക്കുന്നത് എന്നറിയാനുള്ളൊരു പ്രോസസ്സാണ് എന്ത്? ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് എഗൻസ്റ്റ് പ്ലാൻ, analysis of the performance for shortcomings if any, and following up the management in order to apply corrective action to prevent excessive shortfall. അതായത് നമ്മുടെ പ്ലാനും ഔട്ട്പുട്ടും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. നമ്മുടെ പ്ലാൻ എന്താണോ ഇപ്പോഴത്തെ നമ്മുടെ ഔട്ട്പുട്ട് എന്താണോ ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് സെയിം ആണോ, പ്ലാൻ പ്രകാരമാണോ ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നടക്കുന്നത്, അതായത് പ്ലാൻ പ്രകാരമാണോ നമ്മുടെ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു അനാലിസിസും കൂടെയാണ് എന്ത് പറയുന്നത്? ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് മീൻസ് നമ്മുടെ പ്ലാൻ പ്രകാരമല്ല നടക്കുന്നത്, കുറച്ച് സ്ലോ ആണ്, ആ ഒരു പ്ലാൻ പ്രകാരം അത് എത്തിയിട്ടില്ല, അതിൽ ഷോർട്ടാണ് നമ്മുടെ ഔട്ട്പുട്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. കൂടുതൽ ഷോർട്ട് കമ്മിങ്സ് വരാതിരിക്കാൻ വേണ്ടി, കൂടുതൽ ഷോർട്ടേജ് ആവാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ പ്രകാരമാണോ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ നടക്കുക എന്ന് മെഷർ ചെയ്യുന്നു. പ്ലാൻ പ്രകാരമാണ് നടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ഡിലേ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് ഓവർകം ചെയ്യാനുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. നീഡ് ഫോർ ഫോളോ അപ്പ്. ഫോളോ അപ്പിൻ്റെ ആവശ്യകത എന്ത്? ഫോളോ അപ്പ് ബിക്കംസ് നെസസറി ബിക്കോസ് ദർ ആർ മെനി ഫാക്ടേഴ്സ് ഓവർ വിച്ച് ദ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് നോ കൺട്രോൾ. മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കൺട്രോൾ ഇല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. Even slight irregularities relating to one or more of these factors may seriously affect the progress of production from the scheduled program. അപ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ഈ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റീസ് വരികയാണെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ പ്രോഗ്രസ്സിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഫോളോ അപ്പിൻ്റെ ആവശ്യമുള്ളത്. ആ ഇറഗുലാരിറ്റീസൊക്കെ ക്ലിയർ ചെയ്ത് നോർമലാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഫോളോ അപ്പ് യൂസ് ചെയ്യുന്നത്. For example, late delivery of materials, associated departments falling behind schedule in their respective production, unexpected excessive labor absenteeism, breakdown of machines and tools beyond anticipation, errors in drawings, and occurrence of natural calamities may hold up production. കുറച്ച് ഫാക്ടേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ ലേറ്റ് ഡെലിവറി ഓഫ് മെറ്റീരിയൽസ് ലേറ്റായിട്ട് ഡെലിവറി ചെയ്യുക. നമ്മുടെ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടേണ്ട ഡേറ്റിൽ കിട്ടുന്നില്ല, അത് ലേറ്റായിട്ട് വരുന്നു. അസോസിയേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫാളിങ് ബിഹൈൻഡ് ഷെഡ്യൂൾ ഇൻ ദിയർ റെസ്പെക്റ്റീവ് പ്രൊഡക്ഷൻ. ഏതെങ്കിലും ഇപ്പം ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ഷെഡ്യൂളിൽ നിന്ന് അവർ കുറച്ച് പിറകെ ആയിപ്പോയാൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷനെ ബാധിക്കും. അൺഎക്സ്പെക്റ്റഡ് എക്സസീവ് ലേബർ ആബ്സെൻറ്റീസ്, പ്രതീക്ഷിക്കാതെ ഒരുപാട് ലേബേഴ്സ് ആബ്സെൻ്റ് ആവുന്നു. ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ് ബിയോണ്ട് ആൻറ്റിസിപ്പേഷൻ, വിചാരിച്ചിരിക്കാതെ എന്ത് സംഭവിക്കുന്നു? മെഷീൻസും ടൂൾസിനൊക്കെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ. എറേഴ്സ് ഇൻ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ എറേഴ്സോ ഉണ്ടെങ്കിൽ. ആൻഡ് ഒക്കറൻസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുക. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കാരണം എന്ത് സംഭവിക്കാം? നമ്മുടെ പ്രൊഡക്ഷൻ്റെ പ്രോഗ്രസ്സിനെ ബാധിക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പ്ലാൻ പ്രകാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് ആൻഡ് പർപ്പസ് ഓഫ് ഫോളോ അപ്പ്. ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു ബ്രിങ് അപ്പ് ടുഗദർ ആൾ ദ വേരിയബിൾസ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ദസ് ടു ഷോ പ്രോഗ്രസ് ഓർ ബൂസ്റ്റ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനെ ബാധിക്കുന്ന എല്ലാ വേരിയബിൾസിനെയും നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷന് പ്രോഗ്രസ് ഉണ്ടാക്കുകയാണ് എന്ത്? ഫോളോ അപ്പിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഫോളോ പീപ്പിൾ ടു സീ വെദർ ദ പ്രൊഡക്ഷൻ ഈസ് ബീങ് പെർഫോംഡ് അക്കോർഡിംഗ് ടു ദ ഷെഡ്യൂൾ ആൻഡ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓൺ ദ പ്രൊഡക്ഷൻ ഡേറ്റ്.
ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രൊഡക്ഷൻ ഷെഡ്യൂൾ പ്രകാരമാണോ നടക്കുന്നത്, അതിന് ഉള്ള ഫീഡ്ബാക്ക് അത് മെഷർ ചെയ്തതിന് ശേഷം ഓൺ ഷെഡ്യൂളാണോ, ഷെഡ്യൂൾ ബേസ് ചെയ്തിട്ടാണോ നടക്കുന്നത് എന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് മാനേജ്മെൻറ്റിനെ അറിയിക്കുകയാണ് അവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഓർഡർ ഓഫ് ഫങ്ഷനിങ് ഉണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അത് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ റെക്കോർഡിങ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ. ആദ്യമേ ആക്ച്വൽ പ്രൊഡക്ഷൻ അവർ റെക്കോർഡ് ചെയ്യുന്നു, അതിൻ്റെ ഡേറ്റ അവർ കളക്ട് ചെയ്യുന്നു. കമ്പയർ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ വിത്ത് ദ പ്ലാൻഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ നടക്കുന്ന പ്രൊഡക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം ഉള്ള പ്രൊഡക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. മെഷർ ദ പ്രൊഡക്ഷൻ വേരിയബിലിറ്റി. ഈ രണ്ട് ഇതിലും നമ്മൾ പ്ലാൻഡ് പ്രൊഡക്ഷനിലും ആക്ച്വൽ പ്രൊഡക്ഷനും തമ്മിലുള്ള അതിൻ്റെ വേരിയേഷൻ, അതിൻ്റെ വേരിയബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നു. റിപ്പോർട്ട് ദ എക്സസീവ് വേരിയൻസ് ടു ദ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ കറക്റ്റീവ് ആക്ഷൻസ്. ഈ വേരിയേഷൻസ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ബിയോണ്ട് ദ ലിമിറ്റ് ആണെങ്കിൽ, ആ ലിമിറ്റിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ അവരറിയിക്കുന്നു ഫോർ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഈ വേരിയേഷൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നു. ഇതൊക്കെയാണ് ഫോളോ അപ്പിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. There are 3 types of follow-up. They are follow-up of materials, follow-up of work in progress, and follow-up of assembly and erection. The first one is follow-up of materials. Logically, it is a duty of the purchase department to ensure that the requisitioned materials should reach the requisitioner on or before the date of delivery to meet the production schedule promise. സാധാരണ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് ഒരാൾ റിക്വസ്റ്റ് ചെയ്ത മെറ്റീരിയൽ കറക്റ്റ് ഡ്യൂ ഡേറ്റിൽ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് ഓർഡേഴ്സ് വിച്ച് മസ്റ്റ് ബി മെറ്റ് ഇൻ ടൈം, ദ ഫോളോ അപ്പ് സെക്ഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് സ്റ്റെപ്സ് ഫോർ കളക്ഷൻ ഓഫ് ദ മെറ്റീരിയൽസ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഫോളോ അപ്പ് സെക്ഷൻ ഇതിനെ അണ്ടർടേക്ക് ചെയ്യാറുണ്ട്. In such cases, follow-up is accomplished by filing one copy of the requisition slip in a daily follow-up file according to the due date the material is to be received. ഫോളോ-അപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഫോളോ-അപ്പ് പീപ്പിൾ എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസിൽ അവർ ഏത് മെറ്റീരിയലാണ് ഏത് ഡേറ്റിലേക്കാണ് വേണ്ടത് അതിൻ്റെ ഒരു റിക്വസിഷൻ സ്ലിപ്പ് അവരുടെ ഒരു ഡെയിലി ഫോളോ-അപ്പ് ഫയലിൽ കീപ്പ് ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് ആ മെറ്റീരിയലിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നു. കറക്റ്റ് ഡ്യൂ ഡേറ്റിൽ അത് അവൈലബിൾ ആണോ എന്ന് കൂടി അവർ ഫോളോ അപ്പ് ചെയ്യുന്നു. ഫോളോ അപ്പ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചെക്ക് ഓൺ ദ റിക്വയർഡ് മെറ്റീരിയൽസ് ഫോർ സ്പെസിഫിക് പ്രോസസ് ആൻഡ് റെക്കോർഡിംഗ് the production output of the production department to see whether it is in accordance with the schedule. അതായത് ഒരു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണോ, ഷെഡ്യൂളുമായിട്ട് അലൈൻ ചെയ്തിട്ടാണോ പോകുന്നത് എന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. ഇൻ കേസ് ഓഫ് ജോബ് പ്രൊഡക്ഷൻ where the different products are produced at the same time, the sequence of orders may be changed in order to meet certain specific situations. അപ്പം ജോബ് പ്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പല ടൈപ്പ് പ്രോഡക്റ്റ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സീക്വൻസ്, ഏത് ജോബ് എപ്പോൾ ചെയ്യണമെന്ന് അതിൻ്റെ ആ ഒരു സീക്വൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു, ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഒരു സീക്വൻസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫോളോ Man can advise the best sequence in which orders should be taken up in order to provide the completion of the job. So ഇപ്പം നമുക്ക് കിട്ടിയ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ഏത് ജോബാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതൊക്കെ ജോബ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഫോളോ പീപ്പിളിന് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എ ടൈം റെക്കോർഡ് ഓഫ് ജോബ് ഓർ ഓർഡർ ഷോയിങ് ദ സ്റ്റാർട്ട് ആൻഡ് കംപ്ലീഷൻ ടൈം, നമ്പർ ഓഫ് പീസസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിജക്ഷൻസ് ഈസ് മെയ്ഡ്.
നമ്മുടെ ഒരു ജോബിൻ്റെ ഒരു ടൈം റെക്കോർഡ് കീപ്പ് ചെയ്യുന്നു. എപ്പോഴാണ് ആ ജോബ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്, എത്ര പീസ് പ്രൊഡ്യൂസ് ചെയ്തു, എത്ര പീസ് ഡിഫക്റ്റീവ് പീസസ് എത്ര ഉണ്ടെന്നൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇതാണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് follow up for assembly and erection. In case of assembly manufacture, the responsibility for assembly and erection is usually given to one follow-up person. നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു അസംബ്ലി ടൈപ്പ് ആണെങ്കിൽ, അതായത് നമ്മൾ പല പാർട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അസംബിൾ ചെയ്യുന്നതാണെങ്കിൽ ഈ അസംബ്ലിക്ക് വേണ്ടിയിട്ട് ഒരു ഫോളോ അപ്പിന് ഒരു ഡെഡിക്കേറ്റഡ് ഫോളോ പേഴ്സണെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഫോളോ അപ്പ് പേഴ്സൺ ആയിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ലാർജ് ആൻഡ് ഹൈലി കോംപ്ലിക്കേറ്റഡ് പ്രോഡക്ട്സ്, യൂഷ്വലി ദ അസംബ്ലി ആൻഡ് എറക്ഷൻ ഹാവ് ടു ബി ഡൺ അറ്റ് കസ്റ്റമർ സൈറ്റ്. ദിസ് ഈസ് പർട്ടിക്കുലർലി സോ ഇൻ കേസ് ഓഫ് ഹെവി മെഷീൻസ് ആൻഡ് ഹൈലി ടെക്നിക്കൽ ആർട്ടിക്കിൾസ്. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലുതായിട്ടുള്ള പ്രോഡക്ട്സൊക്കെ അസംബ്ലിയൊക്കെ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ സൈറ്റിലായിരിക്കും നമുക്ക് പോയി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ ആ ടൈമിൽ എന്ത് വേണം, നമ്മുടെ ഫോളോ അപ്പ് പേഴ്സണെ കൂടെ കസ്റ്റമേഴ്സിൻ്റെ സൈറ്റിലോട്ട് നമ്മൾ അയക്കുന്നു. ദ ഫോളോ അപ്പ് പേഴ്സൺ ഇൻ സച്ച് കേസസ് ഹാവ് ടു ബി വെൽ വേഴ്സ്ഡ് വിത്ത് എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഡക്റ്റ്. അങ്ങനെയുള്ള കേസിൽ ഈ ഫോളോ അപ്പ് പേഴ്സൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്മൾ ആ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽസിനെ പറ്റി ഒരു ബോധവാനായിരിക്കണം. അതായത് അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡീറ്റെയിൽസിനെ പറ്റി എല്ലാം അറിയുന്ന ഒരാളായിരിക്കണം ഈ ഫോളോ അപ്പ് പേഴ്സൺ എന്ന് പറയുന്നത്. അസംബ്ലി മാനുഫാക്ചറിലാണെങ്കിൽ നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പല പാർട്സുകൾ ആവശ്യമായിട്ട് വരും. പല പാർട്സ് അസംബിൾ ചെയ്തായിരിക്കും ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ആ ഒരു കേസിൽ നമ്മൾ ഓരോ പാർട്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേസസിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. സോ അവസാനം അസംബ്ലിക്ക് വേണ്ടിയിട്ട് എല്ലാ പാർട്സും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും അത് അസംബ്ലി സെക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു പർട്ടിക്കുലർ ഫോളോ അപ്പ് പേഴ്സൺ ആയിരിക്കും.